ഇപ്പോൾ റീ റിലീസുകൾ ഒരു വലിയ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2007 പുറത്തിറങ്ങിയ ചിത്രം കൃത്യം 18 വർഷത്തിന് ശേഷം 2025 വീണ്ടും റിലീസ് ചെയ്തപ്പോൾ പ്രേക്ഷകർ അത് ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. മലയാള സിനിമയിൽ റീ റിലീസിലൂടെ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയ 4 ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 4ാം സ്ഥാനത്തുള്ളത് ചോട്ടാ മുംബൈയാണ്. 2007 പുറത്തിറങ്ങിയ ചിത്രം 18 വർഷങ്ങൾക്ക് ശേഷം 2025 റീ റിലീസ് ചെയ്തപ്പോൾ ഏകദേശം 4.25 കോടി രൂപയോളമാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത്. മോഹൻലാൽ നായകനായി എത്തിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് അൻവർ റഷീദാണ്. 3ാം സ്ഥാനത്തുള്ളത് എക്കാലത്തെയും മലയാളികളുടെ പ്രിയ ചിത്രമായ മണിച്ചിത്രത്താഴാണ്. 1993 റിലീസ് ചെയ്ത ചിത്രം റീ റിലീസ് ചെയ്തപ്പോൾ ഏകദേശം 4.63 കോടി രൂപയോളമാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. ഫാസിൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് ശോഭനയ്ക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും ലഭിച്ചിരുന്നു. 2ാം സ്ഥാനത്തുള്ളത് മറ്റൊരു മോഹൻലാൽ ചിത്രം തന്നെയാണ്. മലയാളികൾ ഇന്നും മാസ് കഥാപാത്രങ്ങളിൽ കൂടുതൽ നെഞ്ചിലേറ്റുന്ന ആടുതോമ എന്ന കഥാപാത്രത്തെ നൽകിയ സ്ഫടികം. ഭദ്രൻ സംവിധാനം ചെയ്ത സ്ഫടികം 1995 റിലീസ് ചെയ്തത്. മോഹൻലാലിന്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് സ്ഫടികത്തിലെ ആടുതോമ. 2023 സ്ഫടികം റീ റിലീസ് ചെയ്തത്. മലയാള സിനിമയ്ക്ക് റീ റിലീസിൽ ഒരു പുതിയ മുഖമുദ്ര തന്നെയാണ് ഈ ചിത്രം കൊണ്ടുവന്നത്. ഏകദേശം 5 കോടി രൂപയോളമാണ് സ്ഫടികം റീ റിലീസ് ചെയ്തപ്പോൾ നേടാൻ സാധിച്ചത്. 1ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ചിത്രം ദേവദൂതനാണ്. 2000 റിലീസ് ചെയ്ത ഈ ചിത്രം ആ സമയത്ത് ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു. എന്നാൽ കൃത്യം 24 വർഷങ്ങൾക്ക് ശേഷം ചിത്രം റീ റിലീസ് ചെയ്തപ്പോൾ ബോക്സ് ഓഫീസിൽ ഒരു വലിയ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചു. ഏകദേശം 5.50 കോടി രൂപയോളമാണ് ചിത്രം കളക്ട് ചെയ്തത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ ചുരുക്കം ചിത്രങ്ങൾ മാത്രമാണ് റിലീസ് സമയത്ത് പരാജയപ്പെടുകയും എന്നാൽ റീ റിലീസ് സമയത്ത് വിജയിക്കുകയും ചെയ്തത്. ഇനിയും വരും വർഷങ്ങളിൽ ഒരുപാട് ചിത്രങ്ങൾ റീ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്.